യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34 അധ്യായം 10 വാക്യം. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവീൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള അനുഗ്രഹീത വചനമാണ്. ദുഷ്ടത പ്രവർത്തിക്കാത്ത ദൈവം, ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാത്ത ദൈവം എന്നുള്ള പദമാണ് ഇവിടെ കാണുന്നത്. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല എന്നും സർവശക്തനായവൻ ന്യായം മറിച്ചു കളയുന്ന ദൈവമല്ലെന്നും 12 വാക്യത്തിലും ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാക്കന്മാർക്കെഴുതിയ 1 പുസ്തകം 21 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ വരുമ്പോൾ നാബോത്തിനെ ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസബേൽ ഒരെഴുത്തെഴുതി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഇസബേലിൻ്റെ ഇഷ്ടക്കാരായ ആളുകളെ അവിടെ നിയോഗിച്ചാക്കുകയും ആ തലത്തിൽ നീചന്മാരായ ആളുകൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നാബോത്തിന് വിരോധമായി സംസാരിക്കുകയും അവിടെ വച്ച് നീതി പ്രവർത്തിക്കുന്ന സത്യത്തിനു വേണ്ടി നിൽക്കുന്ന നാബോത്തിനെ കൊന്നുകളയുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. ആ പ്രവൃത്തി കഴിഞ്ഞ് ഇസബേൽ വിജയാളിയായി നിൽക്കുമ്പോൾ ദൈവം വളരെ കൃത്യമായി പറഞ്ഞ പദം, തിന്മ പ്രവർത്തികൾക്ക് ദുഷ്ടതയ്ക്ക് എനിക്ക് കൂട്ടുനിൽക്കുവാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ തിന്മ പ്രവൃത്തി ചെയ്ത ഇസബേലിനെ ഞാൻ തകർത്ത് കളയുമെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കാണുവാനും ഗ്രഹിപ്പാനും കഴിയുന്നുണ്ട്. രാജാക്കന്മാർക്കെഴുതിയ 2 പുസ്തകം 9 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 29 വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോഴാണ് ആ വിഷയം സംബന്ധിച്ച് പിന്നീട് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ളത്, യേഹു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്യുകയും ഇസബേലിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൾ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കിയെന്നും അവിടെ നിന്നുകൊണ്ട് യേഹു, എൻ്റെ പക്ഷത്തുള്ളവൻ അവളെ താഴേക്ക് തള്ളിയിടുവാൻ ആവശ്യപ്പെടുമ്പോൾ അവളെ ആ കിളിവാതിലിൽ കൂടി താഴേക്ക് തള്ളിയിടുകയും അവൾ അവിടെ വീണ് മരണപ്പെടുകയും ചെയ്തതായ ചരിത്രം രേഖപ്പെടുത്തപ്പെടുകയാണ്. ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത്? ഒരു നീതി പ്രവർത്തിച്ച് ജീവിച്ചിരുന്ന നാബോത്തിനെ കൊന്ന ഇസബേലിന് ദൈവം അവിടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുത്ത ചരിത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ സേവിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന അത്യുന്നതനായ ദൈവം ദുഷ്ടത പ്രവർത്തിക്കാത്ത ദൈവവും ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാത്ത ദൈവമാണെന്നും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത ന്യായവിധിയും നന്മ പ്രവർത്തിക്കുന്നവർക്ക്
അനുഗ്രഹങ്ങളും നന്മകളും നൽകുന്ന ദൈവമാണെന്ന് ഈ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടത പ്രവർത്തിച്ച് ദൈവിക ന്യായവിധിയുടെ ഭാഗമായി തീരാതെ നന്മ പ്രവർത്തിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഏൽപ്പിക്കാം. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദുഷ്ടതയുടെ കൂട്ടുകാരായി തീരാതെ നീതി പ്രവൃത്തി ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ദൈവത്തിനെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.